വെൽക്കം ബാക്ക് ടു കിച്ചൺ ഡയറീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പഴം കൊണ്ട് നമുക്ക് വളരെയധികം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന 3 സ്നാക്ക് റെസിപ്പിയുമായാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായി ഞാൻ ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നന്നായി പഴുത്ത നേന്ത്രപ്പഴം തന്നെയാണ് ഇതിനായി എടുത്തിരിക്കുന്നത്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് പഴം 4ആയി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അത് ഇതിനകത്തേക്ക് ചേർത്ത ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പഴം നന്നായി സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ പഴം ഇവിടെ ഏകദേശം ഒന്ന് സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് സ്പാറ്റുല യൂസ് ചെയ്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിനകത്തേക്ക് 1/4 കപ്പ് അളവിൽ റവയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇവിടെ ഞാൻ വറുത്ത റവയാണ് ചേർത്തിരിക്കുന്നത്. പിന്നീട് ഇതിലേക്ക് 1/2 കപ്പ് അളവിൽ തേങ്ങ ചിരകിയത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇവ ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് ഇത് വഴറ്റിയെടുക്കുക. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് റോസ്റ്റഡ് റവ ആയതുകൊണ്ട് തന്നെ കൂടുതൽ സമയം സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ആ തേങ്ങയും റവയും ഒരു 1-2 മിനിറ്റ് സമയം ഒന്ന് സോട്ട് ചെയ്തെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ. പിന്നീട് ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ നന്നായി പഴുത്ത പഴം തന്നെയാണ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് കൂടുതൽ മധുരം ചേർക്കേണ്ട ആവശ്യം ഇല്ല. പിന്നീട് ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് ചേർക്കുന്നത് 1/2 കപ്പ് അളവിൽ പാലാണ്. പാൽ ചേർത്തതിന് ശേഷം തീ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് വേണം നമ്മളിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ. ആ പാലിൽ കിടന്ന് റവ ഒന്ന് കുക്കാവുന്ന ടൈം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം, ആ പാലിൽ കിടന്ന് ആ റവ ഒന്ന് കുക്കായതിന് ശേഷം ഇത് നന്നായിട്ട് യോജിച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായി യോജിപ്പിച്ചതിന് ശേഷം ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതൊരു പാത്രത്തിനകത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂട് അല്പം കുറഞ്ഞതിന് ശേഷം ഇതിൽ നിന്നും ചെറിയ നാരങ്ങ വലുപ്പത്തിൽ ബോൾസ് എടുത്ത് ഞാനിത് കൈവെള്ളയിൽ വെച്ച് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടമുള്ള ഷേപ്പിൽ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ബോൾ ഷേപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു വിധത്തിൽ എല്ലാ ബോൾസും ഞാനിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ഉരുട്ടി വെച്ചിരിക്കുന്ന ബോൾസ് ഇതിനകത്തേക്ക് ചേർത്ത് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷാലോ ഫ്രൈ ചെയ്യുന്നതിന് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ബോൾസ് അതേപടി തന്നെ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിവിടെ ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറം ഭാഗം ചെറിയൊരു ക്രിസ്പിനെസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇത് ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് ഞാനിത് അടുപ്പിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അടുത്തതായി നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും ബനാനയും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. അപ്പോൾ ഇതിനായി ഞാനിവിടെ 3 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ തൊലി കളഞ്ഞതിന് ശേഷം ഇത് 4ആയി കട്ട് ചെയ്തതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി ഇവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ കട്ട് ചെയ്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുന്നുണ്ട്. ഒരു ബൗളിനകത്തേക്ക് 2 മുട്ട പൊട്ടിച്ച് ചേർക്കുന്നുണ്ട്. പിന്നീട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പാലും 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന ക്വാണ്ടിറ്റി കുറവാണെങ്കിൽ ഒരു മുട്ടയും 1 ടേബിൾ സ്പൂൺ പാലും ചേർക്കേണ്ട ആവശ്യമേ ഉള്ളൂ. നന്നായി ബീറ്റ് ചെയ്ത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലുള്ള ആ ബ്രൗൺ പോർഷൻ നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാനൊരു കത്തി ഉപയോഗിച്ച് ഇതിൻ്റെ ആ സൈഡിലുള്ള ബ്രൗൺ പോർഷൻ റിമൂവ് ചെയ്യുന്നുണ്ട്. പിന്നീട് നമ്മൾക്ക് ബ്രെഡിൻ്റെ പീസ് ഒന്ന് പരത്തിയെടുക്കണം. ഇതിനായി ഞാനൊരു കോൽ ഉപയോഗിച്ച് ആ ബ്രെഡിൻ്റെ പീസ് എല്ലാം നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ പരത്തിയെടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് ആ ഫില്ലിങ്സ് ഇതിനകത്ത് ഫിൽ ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുന്നത്.
പിന്നീട് ഇതിലേക്ക് ആവശ്യമായി ഫില്ലിങ്സ് തയ്യാറാക്കുന്നതിനായി ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്തിട്ടുണ്ട്. അതിനകത്തേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പഴത്തിൻ്റെ പീസ് ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഈ പഴം ഒന്ന് സോഫ്റ്റായി കിട്ടുന്ന സമയം വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ ചിരകിയ തേങ്ങ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ചിരകിയ തേങ്ങയും കൂടി ചേർത്ത് 1 മിനിറ്റ് സമയം കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിലാണ് ഞാനിവിടെ ഷുഗർ ചേർത്തിരിക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ ഏലക്കായ പൊടിച്ചത് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം ഞാനിതിവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡിൻ്റെ പീസ് എടുത്ത് അതിനകത്തേക്ക് ഒരു ബ്രഷ് ഉപയോഗിച്ച് ആ മുട്ടയുടെ മിക്സ് ആ സൈഡിലൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. ആ ഫില്ലിങ്സ് ഇതിനകത്തേക്ക് ചേർത്തതിന് ശേഷം 2 ഭാഗവും ഒന്ന് കവർ ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ ഞാനിവിടെ റോൾ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ മുട്ടയുടെ മിക്സ് ചേർത്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൈഡെല്ലാം നന്നായി ഒന്ന് ഒട്ടി കിട്ടുന്നതാണ്. അതിനുശേഷം ബാക്കിയുള്ള ബ്രെഡിൻ്റെ പീസിലേക്കും ഇതേ രീതിയിൽ തന്നെ ഫില്ലിങ്സ് നിറച്ച് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നീട് ഒരു പാൻ അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് ഈ ബ്രെഡ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന എഗ് മിക്സിലേക്ക് ചേർത്ത് ഒന്ന് റോൾ ചെയ്തിട്ട് ഈ പാനിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പാനിലേക്ക് ചേർത്ത് വെച്ചതിന് ശേഷം ഇത് ഒരു ചെറിയ രീതിയിൽ ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഞാൻ ഇവിടെ കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇത് ഇടയ്ക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണിത്. പിന്നീട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1 ടീസ്പൂൺ സിനമൺ പൗഡറും കൂടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനകത്തേക്കാണ് നമ്മൾ ബ്രെഡിൻ്റെ പീസ് നന്നായിട്ടൊന്ന് റോൾ ചെയ്തിട്ടാണ് ഞാനിവിടെ സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അപ്പോൾ ചൂടോടെ തന്നെ നമ്മൾ റോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടുന്നതാണ്. അടുത്തതായി ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ബ്രെഡും ബനാനയും വെച്ചിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ഇതിനായി ഞാനിവിടെ മീഡിയം വലുപ്പത്തിലുള്ള ഒരു നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. നന്നായി പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. പഴം ഞാനിവിടെ വട്ടത്തിലരിഞ്ഞ് ഒരു ബൗളിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പിന്നീട് മിക്സിയുടെ ജാർ എടുത്ത് അതിനകത്തേക്ക് പഴത്തിൻ്റെ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ പഞ്ചസാര ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. ഇപ്പോൾ പഴം ഞാനിവിടെ നന്നായി ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിനകത്തേക്ക് 1/2 കപ്പ് അളവിൽ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നീട് 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നീട് 1/4 കപ്പ് അളവിൽ വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇവ ചേർത്ത ശേഷം ഇത് നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് ഞാൻ നന്നായി ഇവിടെ ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ഒരു ബൗളിനകത്തേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഞാൻ മാവ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിൽ ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ പിന്നെയും ചേർത്ത് കൊടുത്തിരുന്നു. അതിനുശേഷം 3 പീസ് ബ്രെഡാണ് എടുത്തിരിക്കുന്നത്. അത് ഒന്ന് 4 കഷ്ണമായിട്ട് ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. അതിനുശേഷം ഒരു പാനിൽ ഓയിൽ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിനകത്തേക്ക് ഈ ബ്രെഡിൻ്റെ പീസ് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ബനാന മിക്സിലേക്ക് നന്നായി കോട്ട് ചെയ്തതിന് ശേഷം ചേർത്ത് കൊടുക്കുക. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ബ്രെഡ് ചേർക്കുന്ന സമയത്ത്
തീ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് ചേർത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. പിന്നീട് നമ്മൾ അത് അടുപ്പിൽ നിന്ന് കോരി മാറ്റുന്ന സമയത്തും ഒരു 2 സെക്കൻഡ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് കോരി മാറ്റാൻ. കാരണം ഇത് കൂടുതൽ എണ്ണ വലിച്ചെടുക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നന്നായി ചൂടായി നിൽക്കുന്ന ഓയിലിൽ നിന്ന് നമ്മൾ കോരിയെടുക്കുന്ന സമയത്ത് അത് കൂടുതലായിട്ട് എണ്ണ വലിച്ചെടുക്കുകയില്ല. പിന്നീട് നിങ്ങൾക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് ഞാൻ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എണ്ണ പോയി കിട്ടുന്നതാണ്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.